ശ്രീ സുരേഷ് കുമാർ, പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ ട്രഷററുടെ ആത്മഹത്യ അത് കോൺഗ്രസ് തന്നെ ഇങ്ങനൊരു ആത്മഹത്യയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതായത് കോൺഗ്രസ് കൊലപ്പെടുത്തിയതാണെന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. സാറിവിടെ പറഞ്ഞതുപോലെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട നിരന്തരമായി ഇത്തരം വാർത്തകൾ വരുന്നു. അതേസമയം സഹകരണ മേഖലയിൽ ആകെ പ്രശ്നമാണെന്നല്ല, പക്ഷെ വയനാട് ഉണ്ടായിരിക്കുന്ന സംഭവം വളരെ ഗൗരവമുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളായി സജീവമായി വാർത്തകളില്ലായിരുന്നെങ്കിലും നിരന്തരമായി വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താൻ മറ്റുള്ള നേതാക്കന്മാരെ ശ്രമിച്ചിരുന്നു. പക്ഷെ അവഴിക്കൊന്നും നീതി കിട്ടിയില്ല. ഒടുവിൽ 2 വിലപ്പെട്ട ജീവൻ പൊലിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് CPMന്റെ ഈ വിഷയത്തിലെ ഒരു നിലപാട്? ഇത്രയും ദാരുണമായ ഒരു സംഭവം നടക്കുമ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തെ സമീപിച്ച രീതി അതിനെങ്ങനെയാണ് കാണുന്നത്? ഇന്നത്തെ ചർച്ചയുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ജീവനെടുത്തത് ആര് എന്നാണ്. ഇപ്പോൾ സഹകരണ മേഖല, കേരളത്തിലെ സഹകരണ മേഖല ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വെല്ലുവിളികൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ്, എന്തൊക്കെ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഒരു ചർച്ച നടത്താവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ കാതലായ പ്രശ്നം, നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അത് വയനാട്ടിലെ DCC ട്രഷറർ ശ്രീ NM വിജയൻ, ആ നാട്ടുകാർ വിജയേട്ടനെന്ന് വളരെ സ്നേഹത്തോട് വിളിക്കുന്ന ആ പ്രദേശത്ത് വയനാട് ജില്ലയിൽ കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ സംഭാവന ചെയ്ത ഒരു വ്യക്തി, പ്രമുഖ സഹകാരി കൂടിയാണ് അദ്ദേഹവും രോഗശയ്യയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ മകന് വിഷം കൊടുത്ത് കൊന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ വിഷയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സമീപിച്ച രീതി നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണയായി കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ചില രീതിയുണ്ട്. ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ വാർത്താ സമ്മേളനം ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. നമ്മളെല്ലാവരും കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കുകയാണ്, പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനനുസരിച്ച് ഞങ്ങൾ തീരുമാനമെടുക്കാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെയും CPMനെതിരായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു വാചകമുണ്ട്. നമ്മളൊന്നും അത്ര പെട്ടെന്ന് മറക്കാനിടയാകാത്ത വാചകമാണത്. പാർട്ടി കോടതി, പാർട്ടി വിചാരണ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴെന്ത് പറ്റി? അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ടൊരു പദവിയിലിരിക്കുന്ന, ഔദ്യോഗികമായൊരു പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായി നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും മോശപ്പെട്ട ആക്രമണം ഇപ്പോൾ അദ്ദേഹത്തെ തിരിഞ്ഞു കൊത്തുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ലജ്ജയില്ലേ? അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇത് അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇത് വിചാരണ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു കോടതിയായി സ്വയം മാറുകയും ചെയ്യുമ്പോൾ അതിലെ പ്രതികൾ അവർക്ക് ആരാണ് അഭയം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ കൂടെ അദ്ദേഹത്തിന് ഇവിടെ കഴിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ പൊതുജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെയാണ് MPയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ K സുധാകരൻ നടത്തിയിട്ടുള്ള പ്രസ്താവന. ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ നാഥനും ആ കുടുംബത്തിലെ മറ്റൊരു ആൺതരിയും മരണപ്പെട്ടു, ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്? ലക്കും ലഗാനുമില്ലാത്ത കുടുംബം എന്നാണ്. ഞാൻ പറയുന്നത് അതുകൂടെ ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി, സംരക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകണം. ലക്കും ലഗാനുമില്ലാത്ത കുടുംബം എന്നാണ് പറഞ്ഞത്. എനിക്ക് അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം. എനിക്ക് പറയാനുള്ളത് അന്തവും കുന്തവും ഇല്ലാത്തതും ലക്കും ലഗാനുമില്ലാത്തതും ഈ KPCC പ്രസിഡന്റിനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വാചകം, ആരെ നോക്കിയായിരുന്നാലും ശരി, ഇത്തരത്തിലുള്ള വാചകങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും ആരെക്കുറിച്ചായിരുന്നാലും പറയാനും യാതൊരുവിധ മടിയും കാണിക്കാത്ത നിലയിലേക്ക് പോകുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജീവനെടുത്തത് ആര് എന്നുള്ളതാണ്. ജീവനെടുത്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാക്കന്മാരാണ്. ഇന്നലെ വരെ കേരളം ഭരിക്കുന്നത് VD സതീശനല്ലല്ലോ, ശ്രീ പിണറായി വിജയനാണല്ലോ എന്ന ആവർത്തിച്ചിട്ടുള്ള ചോദ്യം കോൺഗ്രസ് നേതാക്കന്മാർ പല ഭാഗത്തു നിന്നും ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഇന്നിപ്പോൾ പ്രതിപട്ടിക വന്നിട്ടുണ്ട്. അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേരളത്തിലെ ഒരു MLA 1ാം സ്ഥാനത്ത് പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. DCCയുടെ പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചൻ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീ ഗോപിനാഥൻ, അതുപോലെ തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിസ്ഥാനത്താണ്. ഇവിടെ കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ധാർമ്മികത, ആ ധാർമ്മികത കോൺഗ്രസ് പണയം വെക്കുന്ന നിലപാട് ഒട്ടുമേ ശരിയല്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ സാഗൂതം വീക്ഷിക്കുകയാണ്. ജനങ്ങൾക്ക് ഇതിന് മറുപടി ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ ഒരു ആത്മഹത്യയെ സംബന്ധിച്ച് ചില വാർത്തകൾ ഇവിടെ വന്നു. ആ ആത്മഹത്യാ വാർത്തകൾ വരുന്ന സന്ദർഭത്തിൽ ചില പല്ലാണലുകൾ പല സ്ഥലത്തു നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും
ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ പരിലാളനയുടെ ഭാഗമായിട്ടും ചില ആളുകളെ തിരഞ്ഞെടുത്ത് ആക്രമിക്കുന്ന രീതിയുടെ ഭാഗമായിട്ടും ഇവിടെ നടത്തിയിട്ടുള്ള വേട്ടയാടലിൻ്റെ വിശദാംശം ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി, ഡീറ്റെയിലായി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഒരാൾ പ്രതിചേർക്കപ്പെട്ടു, വനിത എന്നുള്ള സാമാന്യമായിട്ടുള്ള നീതി പോലും നിഷേധിക്കപ്പെട്ട് ജയിലിലടക്കപ്പെട്ടു. അവർ വഹിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി നിർത്തി. ഞാൻ ചോദിക്കട്ടെ, അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാരെടുത്ത രാഷ്ട്രീയമായിട്ടുള്ളൊരു നിലപാടുണ്ട്. കേരളത്തിൻ്റെ മനസാക്ഷിയോട് ആവർത്തിച്ച് അവർ നടത്തിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലെ ഏറ്റവും പ്രസക്തമായ വാചകമാണ് ഈ പറഞ്ഞ പാർട്ടി വിചാരണ, പാർട്ടി കോടതി. ഈ ആളുകളെ യഥാർത്ഥ നിയമത്തിൻ്റെ മുമ്പേയും നീതിയുടെ മുമ്പിലേക്കും കൊണ്ടുവരണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട ആളുകൾ ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ഇളിഫ്യരാകുന്നത് ഇവർ സ്വയം ചെറുതാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്.